ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേതാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാവിലെ ചായ ഒക്കെ കുടിച്ച്. അപ്പോൾ ഞാൻ അർജൻറ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ഇട്ടോളിട്ടോ. ഇപ്പോൾ വന്നത് ഞാൻ ഒരു കാര്യം പറയാനാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലെല്ലാവരും ഞാനിപ്പോൾ കോഴി കൃഷി ചെയ്യുന്ന അതിൽ തന്നെ ഇതേപോലെ എന്താ പറയുക, കോഴിയായിട്ടും മാടായിട്ടും അതുപോലെ വീട്ടിൽ നിന്ന് മുട്ടയായിട്ടും അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 10 രൂപ കിട്ടുന്ന രീതിയിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇതുപോലെ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും ആണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഓരോരോ സംരംഭവും ചെയ്യുന്നതില്ലേ. 10 റുപ്യ നമുക്കൊരു 10 റുപ്യ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വെറുതെ നമുക്കൊരാൾക്ക് ഇപ്പോൾ വെറുതെ കൊടുക്കാനോ അല്ലെങ്കിൽ പിന്നെ ഓർക്ക് തോന്നുന്ന വിലക്ക് കൊടുക്കാനൊന്നും നമ്മളിപ്പോൾ ഒരു സംരംഭം തുടങ്ങൂലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, എനിക്കിന്ന് രാവിലെ ഇവിടെ ഒരു ആൾ വന്നിരുന്നു. അപ്പോൾ നമ്മളടുത്ത് കോഴി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷോപ്പുകളിലേക്കാണെങ്കിലും പിന്നെ വീടുകൾക്കാണെങ്കിലും അങ്ങനെ നമ്മളെ ഒരു റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലാതെ അവർ പറയുന്ന റേറ്റിന് നമ്മൾ കൊടുക്കലില്ല. അപ്പോൾ ഇപ്പോൾ വന്ന ആളെന്ന് വെച്ചാൽ നമ്മളെയുള്ള മൊത്തം കോഴിക്കുഞ്ഞിന് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാട്ടോ. അത് മൊത്തത്തിൽ എടുക്കാൻ വേണ്ടി വന്ന് ഇവർക്ക് കോയിനെ ഇവർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഇവർക്ക് സാധനം വേണാനും. പക്ഷേ ഇവർ പറയുന്ന റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഒരു മാസം പ്രായമായ കോഴിക്കുഞ്ഞിന് ജോഡിക്ക് 125 രൂപ, ഒരു മാസം കഴിഞ്ഞ കോഴിക്കുട്ടികൾ കേട്ടോ, ജോഡിക്ക് 125 രൂപ വെച്ചിട്ടാണ്, അല്ല ജോഡിക്ക് 250, സോറി കേട്ടോ, ഒന്നെങ്കിൽ 125, പിന്നെ അങ്ങനെ 120. നമ്മൾ കോഴീൻ്റെ വലിപ്പനുസരിച്ച് ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് വില നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കോഴി എത്ര ദിവസമായിരിക്കും നമ്മൾ വരുന്ന ആൾക്കാർ വരുമ്പോൾ ഉള്ള ദിവസത്തിനനുസരിച്ചാണ് കൊടുക്കുക. അതിപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണെങ്കിലും ഇനി 15 ദിവസമായ കുഞ്ഞുങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഡേറ്റിനനുസരിച്ച് അങ്ങനെ ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരു മാസമാണെങ്കിൽ ഇത്ര, 1.5 മാസമായ ഇത്ര, 2 മാസമായാൽ ഇത്ര, അങ്ങനെ നമുക്കൊരു മേനി വില ഉണ്ടാവുമല്ലോ. നാടൻ കോഴിക്ക് അങ്ങനെയാണ് സ്വതവേ. അപ്പോൾ ആ ഒരു വില വെച്ചാണ് നമ്മൾ കൊടുക്കുക. അപ്പം ഇന്ന് വന്നത് വെച്ചാൽ അപ്പോൾ ഇന്നിവിടെ വന്നത് വെച്ചാൽ ഒരു അണ്ണനാണ് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ഓരോ കോഴി വരുന്നിടത്തു നിന്ന് കോഴി എത്തൂലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തു നിന്ന് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓരൊക്കെ ഇതിലെങ്ങനെ പിന്നെ ഇടയ്ക്ക് വണ്ടിയായിട്ട് കോഴീൻ്റെ ഇതുമായിട്ട് വരുന്നതുകൊണ്ട് നമ്മളടുത്ത് സാധനം ഉള്ളവർക്ക് അറിയാം. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ സാധനം കഴിഞ്ഞു പോയിട്ട്, അപ്പോൾ ഇയാൾ പിന്നെ നമുക്ക് തീറ്റ ചെലവ് പറഞ്ഞാൽ കോഴീനെ പോറ്റുന്ന ആൾക്കാർക്ക് അറിയാം. ഒരു കോഴിക്ക് ഇത്രയും കോഴി ഉണ്ടെങ്കിൽ ഒരു ദിവസം എത്രത്തോളം തീറ്റ ചിലവാകുന്നത്. 50 രൂപ വേണം ഒരു കിലോ സ്റ്റാർട്ടറിന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 50 രൂപ കൊടുക്കണം. അങ്ങനത്തത് ചിലപ്പോൾ നമുക്ക് ഒരു 50 കോഴി ഉണ്ടെങ്കിൽ ചിലപ്പോൾ തീറ്റ ഒരു ദിവസത്തേക്ക് എത്രയാവുമെന്ന് കോഴിനെ പൊറ്റുന്നവർക്കറിയാം. അങ്ങനത്തെ ഇയാൾ നമ്മളൊരു കോഴിക്ക് നമ്മൾ നിശ്ചയിക്കുന്ന വില അല്ല അവർ തരിക. അവർ നിശ്ചയിക്കുന്ന വില, നമുക്ക് ഇത്ര വില കിട്ടണം എന്ന് നമ്മൾ പറഞ്ഞാൽ, അവർ ഒരു മാസമായ കോഴിക്ക് ആദ്യം വില പറഞ്ഞത് 50 രൂപ എന്നോട്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്തു കൂടെ വണ്ടിമേൽ വെച്ച് കൊണ്ടുപോയിട്ട് കൊടുക്കണ്ടേ 50 രൂപയ്ക്ക് തരാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ 50 രൂപ വെച്ചാൽ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ, അതായത് ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞ ഒരാഴ്ച പോലും ആവാത്ത കുഞ്ഞുങ്ങളെ ഞാനിവിടെ 50-55 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അങ്ങനത്തത് ഒരു മാസം കഴിഞ്ഞ ഈ കോഴീനെ അയാൾ 50 രൂപയ്ക്ക് ഞാൻ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കുമോ? പിന്നെ അയാൾ 60 പറഞ്ഞു, 70 പറഞ്ഞു. ഞാൻ പറഞ്ഞ് ആ വിലയ്ക്കൊന്നും ഞാൻ തരത്തില്ല, നമുക്ക് ഒക്കൂല, തീറ്റ ചിലവ് കൊടുത്തിട്ട് നമുക്ക് ഒക്കൂല. നമുക്കല്ലാണ്ട് കോഴീന് ആവശ്യമുള്ളവർ നമ്മൾ പറയുന്ന റേറ്റ് വെച്ചിട്ട് നമുക്ക് ഈ വലുപ്പത്തിലുള്ള കോഴിക്ക് ഇത്ര എന്നുള്ള രീതിയിൽ നമുക്ക് അല്ലാതെ നമുക്ക് കോഴി സെയിലാവുന്നുണ്ട്. പിന്നെ ഇവർ ഈ പറഞ്ഞ 50, 60, 70 രൂപയ്ക്കൊന്നും നമുക്ക് ഒരിക്കലും ഈ കോഴീനെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കോഴീനെ കൊടുത്താൽ നമുക്ക് വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ്. കാരണം ഒരിക്കലും നമ്മൾ വാങ്ങുന്ന തീറ്റൻ്റെ പൈസ പോലും നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ
തീറ്റൻ്റെ പൈസ കിട്ടുന്നത് മാത്രമല്ല, നമ്മൾ ഈറ്റിങ്ങളപ്പോൾ ഒരു മാസം നോക്കിയതിൻ്റെ കഷ്ടപ്പാടുണ്ട്. കാരണം ഏതൊരു പണിക്കും അതിൻ്റെതായ ഒരു പണിക്കൂലി കിട്ടുമല്ലോ. ആ ഒരു പണിക്കൂലിക്ക് 1 രൂപ പോലും അവർ പറയുന്ന ഈ പൈസയ്ക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കച്ചവടക്കാർക്ക് ഒരിക്കലും നമ്മളെ സാധനം കൊടുക്കാൻ നിൽക്കരുത്. നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക. അതായത് നമുക്ക് നേരിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെങ്കിൽ മാത്രമേ നമ്മളിതിൽ നമുക്ക് 10 രൂപ ലാഭം കിട്ടുള്ളൂ. അല്ലാണ്ട് ഇവർക്ക് കൊടുത്തിട്ട് നമുക്ക് ഒരു പൈസ ഇല്ല, 1 രൂപ പോലും നമുക്ക് ലാഭം കിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അറിവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാരണം ഇതേപോലെ കച്ചവടം ഇതുപോലെ 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിലിങ്ങനെ കോഴീനെ പോറ്റിയിട്ട് കൊടുക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അത് പോകണമുള്ള അനുഭവം ഉണ്ടാകും. കാരണം കുറേ കോഴീനെ അങ്ങോട്ട് വളർത്തും, പിന്നെ തീറ്റ കൊടുക്കാനാവാത്തതുകൊണ്ട് വരുന്നവർക്ക് കിട്ടുന്ന വിലക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊടുക്കും. അതിൽ നമുക്ക് തീറ്റയ്ക്കും കിട്ടൂല, നമ്മൾ നോക്കിയതിൻ്റെയോ കിട്ടൂല. അതുകൊണ്ട് തന്നെ ദയവേത് അങ്ങനെയൊന്നും ആരും കൊടുക്കരുത്. നമുക്ക് സെയിൽ ചെയ്യാൻ ഒരു കുഴപ്പമില്ല, ഇതൊന്നും നമുക്ക് സെയിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ വെച്ചാൽ നാണക്കേടൊന്നും വിചാരിക്കരുത്. നമ്മളിതിനെ പുറത്തുകൊണ്ടുപോയി സെയിൽ ചെയ്യാൻ പോകുമ്പോൾ പിന്നെ ഏതൊരു ജോലിക്ക് അതിൻ്റെതായ ഒരു അഭിമാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ ഇത് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, എനിക്കൊരു ആക്റ്റീവ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ചെറിയൊരു കൂട് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കലായിരുന്നു. പിന്നെ ആൾക്കാർ ഓർഡർ ഇന്ന സ്ഥലത്തേക്ക് ഇത്ര എണ്ണം വേണമെന്ന് പറയുമ്പോൾ അതിൽ ഒരു 10 എണ്ണം എക്സ്ട്രാ ഞാനിടും. കാരണം ഒരു വീട്ടിലേക്ക് ഇപ്പോൾ ഒരാളൊരു 10 എണ്ണം ചോദിച്ച് വെച്ചാൽ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 20-25 എണ്ണം ഇടും. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ കൊണ്ടു കൊടുക്കുമ്പോൾ എന്തായാലും ആ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ ഇത് കാണും. അപ്പോൾ ഒരിത് വാങ്ങുമ്പോൾ അയൽവാസികൾ എങ്ങനെയാണെങ്കിലും വന്ന് നോക്കും. വന്ന് നോക്കുമ്പോൾ ഒരു വീട്ടുകാർ ഒരു 2-3 എണ്ണം വെച്ച് ഞാൻ ആ കൂട്ടുള്ള കോഴീനെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഒരു വാങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ കയ്യിലുള്ള മൊത്തം കോഴിയും നമ്മളങ്ങനെ പോകുമ്പോൾ സെയിലാവും. ഞാൻ ചെയ്യുന്ന ട്രിക്കാട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ അതേമാതിരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 10 രൂപ വരുമാനം ഉണ്ടാവും. അല്ലാതെ ഇവർക്ക് മൊത്തത്തിൽ നമ്മൾ കൊടുത്താൽ ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇത് പറയാൻ വേണ്ടി വന്നു വെച്ചാൽ, ഇത് പോകണം കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ആരും അങ്ങനത്തെ അബദ്ധത്തിലൊന്നും പോയി വീകണ്ട. ഞാനെന്തായാലും അങ്ങനത്തെ അബദ്ധത്തിലൊന്നും പോയി ചാടില്ല. കാരണം എനിക്കറിയാം ഇതിൻ്റെ ചിലവ് എത്ര വരവ് എത്ര എന്നൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മളങ്ങനെ നയാ പൈസക്കൊന്നും ഒരാൾക്കൊന്നും കൊടുക്കൂല. നമുക്ക് മിതമായ പൈസ നമുക്ക് വളർത്തിയതിൻ്റെ, നമ്മൾ തീറ്റ കൊടുക്കുന്നതിൻ്റെ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ അത് ചെയ്ത് വെച്ചാൽ അയാളിപ്പോൾ വന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരിലേക്കും എത്തട്ടെ. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ രാവിലെ തന്നെ ചെയ്തത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ. ഓക്കെ.